നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ളൊരു വിശ്വാസം ഈ ചുവന്ന മണ്ണെന്ന് പറയുന്നത് കൃഷിക്ക് വളരെ പറ്റിയ മണ്ണാണെന്നാണ്. പല നഴ്സറികളിലും ഈ ചുവന്ന മണ്ണ് കൂട്ടിയിട്ടിട്ട് ആളുകളത് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി അതിൽ ചെടി വെക്കുന്ന കാണാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ചുവന്ന മണ്ണ് കൃഷിക്ക് ഒട്ടും പറ്റിയതല്ലെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കാർബണിൻ്റെ അംശം, കരിയുടെ അംശം ചേരുന്നതനുസരിച്ചാണ് അതിൻ്റെ വളം കൂടുന്നത്. ഫോറസ്റ്റിലെയൊക്കെ നമ്മുടെ ഈ കാട്ടിലെയൊക്കെ മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ കരിയിലെയും തടിക്കഷ്ണങ്ങളെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വേർതിരിക്കാനാവാത്ത വിധത്തിൽ ആ മണ്ണിൽ ചേർന്ന് കഴിയുമ്പോൾ മണ്ണൊരു കരിമണ്ണായിട്ട് മാറും. ആ മണ്ണിലാണ് ശരിക്കും നമ്മൾ വളം കൂടുതലുള്ളതും ആ മണ്ണിലാണ് നമ്മുടെ ഈ മരങ്ങൾ തഴച്ച് വളരുന്നതും. കാട്ടിൽ ആരും പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. ഈ ചെടികളുടെ ഇലയും കമ്പും വീഴുന്നതും പിന്നെ അതിലുള്ള ഈ മൈക്രോബുകളുടെ പ്രവർത്തനം, ഈ മണ്ണിൽ ഉള്ള വിവിധ മൈക്രോബുകൾ, ആ മൈക്രോബുകൾ അവിടെ വരാൻ കാരണം പലതരത്തിലുള്ള ചെടികൾ വളരുന്നതുകൊണ്ടാണ്. കാരണം ഈ ഓരോ ചെടിയുടെയും വേരിനോട് ചേർന്ന് ഓരോ തരത്തിലുള്ള മൈക്രോബുകളാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഉണ്ടാവുകയാണ്.